മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ രാവിലെ തന്നെ ഹൗസിനുള്ളിൽ വഴക്ക് തുടങ്ങിയിരിക്കുകയാണ്. 2 ദിവസം മുമ്പ് ജിസയിലും നെവീനും കോഫി ഇട്ട് കുടിച്ചപ്പോൾ അതിൽ കിച്ചൺ ടീം ഇടപെടുകയും കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റനായി ശരത്ത് പറഞ്ഞതാണ് കോഫി പൗഡർ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഇനി ആരെങ്കിലും കോഫി ഇടണമെങ്കിൽ കിച്ചൺ ടീമിലുള്ള ആരോടെങ്കിലും ചോദിച്ചിട്ട് മാത്രമേ ഇടാവുള്ളൂ, അതുപോലെ തന്നെ ടീ ഇട്ട് കുടിക്കാമെന്ന്. ഇന്നലെ വൈകുന്നേരമായപ്പോൾ കോഫി പൗഡർ നോക്കിയപ്പോൾ കോഫി പൗഡർ തീർന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ നെവീനും ജിസയിലും കൂടി കിച്ചണിൽ കയറി കോഫി ഇട്ട് കുടിക്കുന്നുണ്ട്. തീർന്നു എന്ന് പറഞ്ഞ കോഫി പൗഡർ പിന്നെ ഇവർക്ക് എങ്ങനെ കിട്ടി? അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ജിസയിൽ കാപ്പിപ്പൊടി എടുത്ത് ഒളിപ്പിച്ച് വെച്ചതാണെന്ന്. ശരത്തും നൂറയും കിച്ചണിൽ വരുമ്പോൾ പാനിൽ കോഫി ഇരിക്കുന്നത് കാണും. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എല്ലാവരോടും, കോഫി പൗഡർ തീർന്നെന്ന് പറഞ്ഞിട്ട് ആരാണ് ഇവിടെ കോഫി ഇട്ടത് എന്ന്. അപ്പോൾ നെവീൻ വന്ന് പറയുന്നുണ്ട്, ഞാൻ രാവിലെ കോഫിയാണ് കുടിച്ചത്. അപ്പോൾ നെവീനോട് ചോദിക്കുന്നുണ്ട്, ആരാണ് നിനക്ക് കോഫി തന്നതെന്ന് ചോദിക്കുമ്പോൾ ജിസയിലാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജിസയിലിനെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് ജിസയിലിനോട് ചോദിക്കും, നീ എവിടെ നിന്നാണ് കോഫി എടുത്തത്? കോഫി പൗഡർ തീർന്നെന്നല്ലേ പറഞ്ഞത്? ഇന്നലെ നിന്നോട് എത്ര തവണയാണ് ചോദിച്ചതെന്ന് പറയുമ്പോൾ ദേ അവിടെ തന്നെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞ് കബോർഡിൽ നിന്നും ഒരു ഭരണിയിൽ അവൾ കോഫി പൗഡർ എടുത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് കാണാത്തത് നിങ്ങളുടെ കുഴപ്പമാണ്, എന്താ നിങ്ങൾക്ക് കണ്ണില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഇഷ്യൂവിൽ ജിസയിലിനെതിരാണ് ബാക്കി ടീമിലെ എല്ലാ അംഗങ്ങളും. പിന്നെ നെവീൻ കൂടെ നിൽപ്പുണ്ട്, കാരണം ചിലപ്പോൾ നെവീൻ അതിൽ നിന്നും കുറച്ച് കുടിച്ചതുകൊണ്ടാകാം. ബാക്കി എല്ലാവരും ഈ ഒരു കാര്യത്തിന് ജിസയിലിന് എതിരാണ്. കാരണം കോഫി പൗഡർ വളരെ കുറച്ച് മാത്രമാണുള്ളത്. അപ്പോൾ ഇവർ കുറച്ച് പേരായിട്ട് മാത്രം എടുത്ത് ഒളിപ്പിച്ച് വെച്ച് ഉപയോഗിക്കുന്നത് ഒരു ശരിയല്ലല്ലോ എന്നാണ് പറയുന്നത്. ജിസയിൽ എന്നിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ജിസയിൽ പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ ഇനി ഒരു 2 പാക്കറ്റും കൂടി ഉണ്ട് എന്ന്. അത് വളരെ തെറ്റായ കാര്യം തന്നെയാണ്. എല്ലാവരും കൂടി കഷ്ടപ്പെട്ട് പണിപ്പുരയിൽ പോയി കിട്ടിയ ഒരു പ്രൊഡക്റ്റാണ് കോഫി. അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാനുള്ള അവകാശമുണ്ട്. ജിസയിൽ പറയുന്നത്, രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ കിച്ചൺ ടീമിലെ ആരും തന്നെ കിച്ചണിലുണ്ടായിരുന്നില്ല, അതുകൊണ്ട് കോഫി കുടിക്കാൻ തോന്നി, അതുകൊണ്ടാണ് കോഫി ഇട്ട് കുടിച്ചത്. ശരത്ത് എന്നോട് ഇട്ട് കുടിച്ചോളാൻ പറഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരത്ത് പറയുന്നത്, ഞാൻ കോഫി ഇട്ട് കുടിക്കാനല്ല ടീ ഇട്ട് കുടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും കൂടി ഒന്ന് ടീ ഇടാമോ എന്ന് ചോദിച്ചതേ ഉള്ളൂ, അല്ലാതെ കോഫി പൗഡർ ഉള്ള കാര്യം എനിക്കറിയില്ല എന്ന് ശരത്തും പറയുന്നുണ്ട്. അനുമോള് പറയുന്നത്, ജിസയിലാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ ഉഡായിപ്പും കള്ളിയും എന്നാണ്. കാരണം ജിസയിൽ കഴിഞ്ഞ ആഴ്ച അനുമോളെ ചപ്പാത്തിക്കള്ളി എന്ന് വിളിച്ചല്ലോ, അതിൻ്റെ ഒരു ദേഷ്യം തീർത്തതാവാം ചിലപ്പോൾ. എന്തായാലും ജിസയിൽ ചെയ്തത് ഒരു തെറ്റ് തന്നെയാണ്. പക്ഷെ ജിസയിൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ എല്ലാവരുടെ അടുത്ത് പറഞ്ഞു നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ ഇത് ജിസയിലിൻ്റെ ഒരു ഗെയിം പ്ലാനുമാകാം. രാവിലെ ആരും അറിയാതെ കോഫി ഇട്ട് കുടിച്ച് പലർക്കും ആ കോഫി ജിസയിൽ കൊടുത്തിരുന്നു. അതിനുശേഷം ആ പാൻ കഴുകി വെച്ചിട്ട് പോകാവുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ കിച്ചൺ ടീമിൽ ആരെങ്കിലും വരുമ്പോൾ ഇവർ കോഫി ഇട്ടത് പോലും ആരും അറിയില്ല. ജിസയിൽ ചിലപ്പോൾ മനഃപൂർവ്വമാകാം ആ പാൻ ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ട് പോയത്. അങ്ങനെയും ഒരു ഗെയിം പ്ലാൻ ജിസയിലിന് ഉണ്ടാകാം. ബിഗ് ബോസ് എന്ന ഗെയിമിനെ കുറിച്ച് നല്ലൊരു പ്ലാൻ ഉള്ളൊരു വ്യക്തി കൂടിയാണ് ജിസയിൽ. ചിലപ്പം ഇത് ജിസയിലിൻ്റെ ഗെയിം പ്ലാൻ ആവാം.